ഹലോ ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എങ്ങനെ ഒരു സോളാർ പാനൽ സെലക്ട് ചെയ്യാമെന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മുടെ ഫ്യൂച്ചർ സോളാർ എനർജിയെ വളരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇലക്ട്രിക് കാറുകളും ബസ്സുകളുമെല്ലാം നമ്മുടെ മാർക്കറ്റിൽ ശക്തമായി ഇടം പിടിച്ചിട്ടുണ്ട്. തിൻ ഫിലിം ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റോടുകൂടി കാറുകളുടെ ബോഡിയിൽ സോളാർ പാനലുകൾ ഘടിപ്പിച്ച് ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു കാര്യം വളരെ വിദൂരമായിരിക്കില്ല. എങ്ങനെ ഒരു സോളാർ പാനൽ സെലക്ട് ചെയ്യാമെന്ന് നോക്കുന്നതിന് മുമ്പ് ഒരു സോളാർ പാനൽ കൺസ്യൂമറിന് എങ്ങനെ ലാഭകരമാകുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു വീട്ടിലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ വാട്ടേജും അതിൻ്റെ ക്വാണ്ടിറ്റിയുമാണ്. ഇതിൽ നിന്ന് നമുക്ക് കണക്ട് ലോഡ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ എക്യുപ്മെൻറ്റും ദിവസവും എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നതിനെ ആ എക്യുപ്മെൻറ്റിൻ്റെ വാട്ടേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ എക്യുപ്മെൻറ്റ് ഒരു ദിവസം എത്ര യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യുന്നുവെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ടേബിളിൽ നിന്ന് കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് 8280 വാട്ടും എനർജി കൺസംഷൻ എന്ന് പറയുന്നത് 8285 വാട്ട് അവർ പെർ ഡേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെയുള്ള ശരാശരി എനർജി ഉപഭോഗം എന്ന് പറയുന്നത് 8 കിലോ വാട്ടാണ്. ഈ ഒരു സിറ്റുവേഷനിൽ സോളാർ എനർജി എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഈ സിറ്റുവേഷനിൽ സോളാർ എനർജി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് മുഴുവൻ റിക്വയർമെൻറ്റ്സിനും ആനുപാതികമായ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. ഇവിടെ 8 യൂണിറ്റാണ് ഓരോ ദിവസവും ശരാശരി ആവശ്യം വരുന്നത്. 1 കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റിന് ഒരു ദിവസം 4 മുതൽ 4.5 യൂണിറ്റ് എനർജി വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ 2 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് ആവശ്യമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ കാൽക്കുലേഷൻ വീഡിയോയിൽ വരുന്ന ഭാഗത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. അടുത്തതായി 1 കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായ ഫ്ലോർ ഏരിയ നമുക്കൊന്ന് പരിശോധിക്കാം. തമ്പ് റൂളായി നോക്കുകയാണെങ്കിൽ 1 കിലോ വാട്ട് ഉള്ള ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 100 സ്ക്വയർ ഫീറ്റ് ഏരിയ ആയിരിക്കും നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ വരാൻ സാധ്യതയുള്ള കറണ്ട് ചാർജ് എത്രയാവുമെന്ന് കണ്ടുപിടിക്കാൻ KSEBിയുടെ നിലവിലുള്ള താരിഫ് എന്ന് പരിശോധിക്കാം. KSEB അവസാനമായി താരിഫ് പരിഷ്കരിച്ചത് 2019 ജൂലൈയിലാണ്. ആ റേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളെടുത്ത ഉദാഹരണത്തിൽ പ്രതിദിന ഉപഭോഗം എന്ന് പറയുന്നത് 8 യൂണിറ്റ് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പ്രതിമാസ ഉപഭോഗം എന്ന് പറയുന്നത് 240 യൂണിറ്റ് ആവും. 200 മുതൽ 250 യൂണിറ്റ് വരെ പ്രതിമാസ ഉപഭോഗം വരുന്ന ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് ഒരു യൂണിറ്റിന് 7 രൂപ 60 പൈസ എന്ന നിരക്കിലായിരിക്കും ചാർജ് ഈടാക്കുക. ഇതിനോടുകൂടി പറഞ്ഞു പോവേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി ചാർജുകളിൽ ഉണ്ടാകുന്ന വർധന. അതിനായി നമുക്ക് 2019 ജൂലൈക്ക് മുൻപും അതിനുശേഷവുമുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ താരിഫ് ഒന്ന് പരിശോധിക്കാം. ഈ കമ്പാരിസണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ സ്ലാബുകളിലും ഗണ്യമായ വർധന ഉണ്ടായിരിക്കുന്നു എന്നതാണ്. 201 മുതൽ 280 വരെയുള്ള സ്ലാബിൽ 2019 ജൂലൈക്ക് മുൻപ് 7 രൂപ 30 പൈസ എന്നത് ഇപ്പോൾ 7 രൂപ 60 പൈസ എന്നായിരിക്കുന്നത് കാണാം. വിവിധ സ്ലാബുകളിലായി 4% മുതൽ 9% വരെ വർധന ഉണ്ടായിരിക്കുന്നതായി ഇതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പഴയ കേസിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. പ്രതിദിന ഉപഭോഗം എന്ന് പറയുന്നത് 8 യൂണിറ്റ് ആയ കേസിൽ പ്രതിമാസം ഉപഭോഗം എന്ന് പറയുന്നത് 240 യൂണിറ്റ് ആവും. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ 2 മാസം കൂടുമ്പോൾ വരുന്ന നമ്മുടെ KSEB ബില്ലിൻ്റെ തുക എന്ന് പറയുന്നത് 3468 രൂപ ആയിരിക്കും. ഈ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ദിവസേന 8 യൂണിറ്റ് ഉൽപ്പാദനമുള്ള ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. അങ്ങനെ ഒരു 2 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിക്സഡ് ചാർജ് അല്ലാതെ വേറൊരു തുകയും അടയ്ക്കേണ്ടി വരില്ല. മിനിസ്ട്രി ഓഫ് നോൺ റിന്യൂവബിൾ എനർജിയുടെ ഡയറക്റ്റീവുകൾ അനുസരിച്ച് 2 കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം 1,10,000 രൂപ ചിലവാക്കേണ്ടതായി വരും. അടുത്ത ഓപ്ഷൻ എന്നത് ഒരു 1 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. 1 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ദിവസേന 4 യൂണിറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാവും. 240 യൂണിറ്റ് ഉപയോഗിക്കുകയും 120 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ നെറ്റ് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 120 യൂണിറ്റ് ആവും. അതായത് ഇപ്പോൾ നമ്മുടെ എനർജി കൺസംഷൻ എന്ന് പറയുന്നത് 120 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ താരിഫ് സ്ലാബും ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്. 101 മുതൽ 150 വരെയുള്ള പ്രതിമാസ ഉപഭോഗത്തിന് നിങ്ങളുടെ താരിഫ് എന്ന് പറയുന്നത് 4 രൂപ 80 പൈസയാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കറണ്ട് ചാർജ് എന്ന് പറയുന്നത് 1164 രൂപ മാത്രമായി ചുരുങ്ങുന്നതായി കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ 2316 രൂപ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഒരു 1 കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന് 55,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ചിലവാകുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 48 മാസം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക തിരിച്ചു കിട്ടുന്നതായി കാണാൻ സാധിക്കുന്നു. ഇതിൽ വരും വർഷങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള താരിഫ് വർധനകൾ കണക്കിലെടുത്തിട്ടില്ല. അതുകൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 40 മാസം കൊണ്ട് തിരിച്ചു കിട്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
അടുത്തതായി എങ്ങനെ ഒരു സോളാർ മൊഡ്യൂളിൻ്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മുമ്പ് കണ്ട ഉദാഹരണത്തിൽ ദിവസേനയുള്ള ഉപഭോഗം എന്ന് പറയുന്നത് 8285 വാട്ട് അവർ പെർ ഡേ ആയിരുന്നു. ഈ കണ്ടീഷനിൽ നമ്മൾ ഇൻവേർട്ടറിന് 90% എഫിഷ്യൻസി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ട് സൈഡിൽ നമ്മൾ 9225 വാട്ട് അവർ എനർജി ഡെലിവറി ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിക്ക് 85% എഫിഷ്യൻസി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയുടെ ഇൻപുട്ട് ടെർമിനലിൽ, അതായത് സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ നമ്മൾ 10830 വാട്ട് അവർ എനർജി ഡെലിവറി ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി 12 വോൾട്ടിൻ്റെ ബാറ്ററി ആയതുകൊണ്ട് ജനറേറ്റ് ചെയ്യേണ്ട ടോട്ടൽ AH എന്ന് പറയുന്നത് 902.5 AH ആയിരിക്കും. ഒരു ദിവസം 6 മണിക്കൂർ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭ്യമാണ് എന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോളാർ പാനൽ 150.4 ആംപിയർ കറണ്ടാണ് ജനറേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലൂമിനസിൻ്റെ 100 വാട്ട് 12 വോൾട്ടിൻ്റെ ഒരു പോളിക്രിസ്റ്റലൈൻ പാനലാണ്. അതിൻ്റെ മാക്സിമം ജനറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 8.47 ആംപിയർ ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ലോഡ് മീറ്റ് ചെയ്യാനായി 18 നമ്പർ ഓഫ് സോളാർ പാനൽസ് വേണമെന്ന് കാണാൻ സാധിക്കുന്നതാണ്. PV സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ കാൽക്കുലേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കപ്പാസിറ്റിയുടെ 20% വരെ അധികം നമ്മൾ പ്ലാൻ കപ്പാസിറ്റി കൺസിഡർ ചെയ്യാറുണ്ട്. പ്ലാൻ ജനറേഷൻ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെയും പാനലിൻ്റെ എഫിഷ്യൻസിയെയും ടെമ്പറേച്ചറിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 20% എക്സ്ട്രാ ആയി കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായി നമ്മളൊരു സോളാർ പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യമായി വേണ്ടത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഓഫ് ദ സോളാർ പാനൽ. ക്വാളിറ്റി എന്ന് പറയുന്നത് ബ്രാൻഡ് വാല്യൂ ആണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാനലുകൾ എപ്പോഴും ടോപ്പ് ബ്രാൻഡുകളായിരിക്കണം. ടോപ്പ് ബ്രാൻഡുകൾക്കായിരിക്കും എപ്പോഴും സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാറുള്ളത്. അടുത്തതായി സോളാർ പാനലിൻ്റെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ അതിന് ചിലവാകുന്ന തുകയും കൺസിഡർ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ടുള്ളൊരു ടെക്നിക്കൽ പാരാമീറ്ററാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. ഉയരുന്ന താപനിലയിൽ സോളാർ പാനലുകൾ എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോളാർ പാനലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ബെറ്റർ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള സോളാർ പാനലുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി വരുന്നത് ഡ്യൂറബിലിറ്റിയാണ്. സോളാർ പാനലുകൾ ഓപ്പൺ ഏരിയകളിലായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. അടുത്ത പ്രധാന ഘടകം എന്ന് പറയുന്നത് സോളാർ പാനലുകളുടെ സൈസാണ്. റൂഫ് ടോപ്പ് ഇൻസ്റ്റലേഷനുകളിലേക്ക് വരുമ്പോൾ സോളാർ പാനലുകളുടെ വലിപ്പം ഒരു നിർണായക ഘടകമാണ്. അടുത്തതായി വരുന്നത് സോളാർ പാനലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സോളാർ സെല്ലുകളാണ്. സോളാർ സെല്ലുകൾ മോണോക്രിസ്റ്റലൈൻ ആണോ പോളിക്രിസ്റ്റലൈൻ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിൽ സെലക്ഷൻ തീരുമാനിക്കുക. മോണോക്രിസ്റ്റലൈൻ പാനലുകൾക്ക് പോളിക്രിസ്റ്റലൈൻ പാനലുകളേക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും. ആ എഫിഷ്യൻസി കൂടുതലുള്ളത് കൊണ്ട് തന്നെ മോണോക്രിസ്റ്റലൈൻ പാനലുകൾക്ക് പോളിക്രിസ്റ്റലൈൻ പാനലുകളേക്കാൾ കുറച്ച് സ്പേസുകൾ മതിയാവും. അതുപോലെ തന്നെ മോണോക്രിസ്റ്റലൈൻ പാനലുകൾക്ക് പോളിക്രിസ്റ്റലൈൻ പാനലുകളേക്കാൾ ബെറ്റർ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉണ്ടാവും. മോണോക്രിസ്റ്റലൈൻ പാനലുകൾ സിംഗിൾ സിലിക്കൺ സെല്ലിൽ നിന്നായിരിക്കും രൂപപ്പെട്ടുണ്ടാവുക. അതേസമയം പോളിക്രിസ്റ്റലൈൻ പാനലുകൾ വിവിധ സിലിക്കൺ സെല്ലുകൾ കമ്പൈൻ ചെയ്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇനി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധതരം സോളാർ പാനലുകൾ ഒന്ന് പരിശോധിക്കാം. കോമൺലി അവൈലബിൾ ആയിട്ടുള്ള സോളാർ പാനലുകളും അവയുടെ വോൾട്ടേജും കറണ്ടും ഡയമെൻഷനുകളും കൂടാതെ ഏത് തരം സോളാർ പാനലുകളാണ് എന്നുള്ള വിവരങ്ങളുമാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ പാനലുകളുടെയും റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. 100, 125, 150 എന്നിങ്ങനെ വിവിധ വാട്ടുകളിലായി സോളാർ പാനലുകൾ അവൈലബിൾ ആണ്. ഇതുകൂടാതെയും വിവിധ വാട്ടുകളിൽ സോളാർ പാനലുകൾ അവൈലബിൾ ആണ്. മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 17.72 വോൾട്ട് മുതൽ 20.4 വോൾട്ട് വരെയും അതുപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് 5.56 മുതൽ 8.47 ആംപിയർ വരെയും വേരി ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നോർമലി ഈ പാനലുകളുടെ ഭാരം എന്ന് പറയുന്നത് 8 മുതൽ 12 കിലോഗ്രാം വരെ വേരി ചെയ്യുന്നുണ്ടാവും. ഓരോ പാനലുകൾക്കും ഓരോ ഡയമെൻഷനാണെന്നത് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 1006/666 മുതൽ 1405/665 എന്ന ഡയമെൻഷൻ വരെയുള്ള പാനലുകൾ നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ എല്ലാ പാനലുകളുടെയും തിക്നെസ് എന്ന് പറയുന്നത് 35 mm ആണെന്ന് കാണാം. ഇനി നമുക്ക് വാട്ടേജ് കൂടിയ കുറച്ച് പാനലുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന സോളാർ പാനലുകളെല്ലാം ഹൈലി റെക്കമെൻഡഡ് ബ്രാൻഡുകളാണ്. പാനസോണിക്, വാരി, വിക്രം സോളാർ, അദാനി സോളാർ എന്നീ ബ്രാൻഡുകളുടെ 240 വാട്ട് പവർ മുതൽ 385 വാട്ട് പവർ വരെ കപ്പാസിറ്റിയുള്ള പാനലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പാനലുകളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 13.6% മുതൽ 20.3% വരെ വേരി ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഓരോ റെപ്യൂട്ടഡ് സോളാർ ബ്രാൻഡുകൾ അവയുടെ സോളാർ പാനലിൻ്റെ ഓരോ വാട്ടിന് എത്ര രൂപയാണ് ഈടാക്കുന്നതെന്ന് പരിശോധിക്കാം. വിക്രം സോളാർ 1 വാട്ടിന് 19 മുതൽ 30 രൂപ വരെയും
വാരി 1 വാട്ടിന് 19 മുതൽ 28 രൂപ വരെയും ലൂമിനസ് 1 വാട്ടിന് 24 മുതൽ 58 വരെയും ടാറ്റ സോളാർ 1 വാട്ടിന് 20 മുതൽ 62 വരെയും അദാനി 1 വാട്ടിന് 18 മുതൽ 35 വരെയും മൈക്രോടെക് സോളാർ 1 വാട്ടിന് 25 മുതൽ 60 വരെയും പാനസോണിക് 1 വാട്ടിന് 24 മുതൽ 52 വരെയും അതുപോലെ കനേഡിയൻ സോളാർ 1 വാട്ടിന് 25 മുതൽ 40 രൂപ വരെയും ഈടാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയിലൂടെ സോളാർ ഇൻവെർട്ടറിൻ്റെ സെലക്ഷനെ പറ്റിയും സോളാർ പാനൽ എങ്ങനെ ലാഭകരമായി സെലക്ട് ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെ സോളാർ ഇൻവെർട്ടറുകളെ പറ്റിയും ഡീറ്റെയിൽ ചെയ്യുന്നതായും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.